നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FY UGP രണ്ടാം സെമസ്റ്റർ സയൻസ് വിദ്യാർത്ഥികളുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് മലയാളം, വിനിമയ മലയാളവും ശാസ്ത്രരചനയും ഈ പേപ്പറിൽ പഠിക്കാനുള്ള വി രാജകൃഷ്ണന്റെ വിമർശന ലേഖനമാണ് മരണത്തിന്റെ കവിത. വിമർശനം അല്ലെങ്കിൽ നിരൂപണം. ഈ മരണത്തിന്റെ കവിത എന്ന് പറയുന്ന ഈ നിരൂപണം ശരിക്കും മാധവിക്കുട്ടിയുടെ കഥാപ്രപഞ്ചത്തെ കുറിച്ചാണ് പറയുന്നത്. അതിൽ തന്നെയുള്ള ഒരു വരി നോക്കുക. മാധവിക്കുട്ടിയുടെ സർഗദർശനത്തിന്റെ അപൂർവ ഭംഗി അത്രയും ഉൾക്കൊള്ളുന്ന ഒരു ചെറുകഥയാണ് പക്ഷിയുടെ മണം. എന്നിട്ട് ഈ പക്ഷിയുടെ മണം എന്ന് പറയുന്ന മാധവിക്കുട്ടിയുടെ ചെറുകഥയെ ആസ്പദമാക്കിയാണ് അദ്ദേഹത്തിന്റെ കഥാലോകത്തെ കുറിച്ച് ഇതിൽ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പക്ഷിയുടെ മണം എന്ന ചെറുകഥ പഠിക്കാതെ നമുക്ക് ആ ലേഖനം പഠിക്കാനാവില്ല. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിൽ, അതായത് ഈ ലേഖനത്തിന്റെ പാർട്ട് 1 ആയിട്ട് പരിഗണിക്കുന്ന ഈ വീഡിയോയിൽ നമ്മൾ പക്ഷിയുടെ മണം എന്ന് പറയുന്ന കഥയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഈ കഥ മുമ്പേ വായിച്ചറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കാണേണ്ടതില്ല. ഇതിന്റെ അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ള ആ ലേഖനം കൃത്യമായിട്ട് ഉൾപ്പെടുത്തും. അപ്പൊ അത് കണ്ടാൽ മതി. മനസ്സിലായല്ലോ? അപ്പൊ ഈ കഥയിൽ, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാധവിക്കുട്ടിയുടെ പക്ഷിയുടെ മണം എന്ന് പറയുന്ന കഥയാണ്. കഥ അറിയാവുന്നവർ ഇത് കാണണ്ട, അല്ലാത്തവർ കാണുക. ഇത് പഠിക്കാതെ നമുക്ക് ആ ലേഖനം പഠിക്കാനാവില്ല. ഓക്കെ, തുടങ്ങാം. പക്ഷിയുടെ മണം. കൽക്കത്തയിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവൾ ആ പരസ്യം രാവിലെ വർത്തമാന കടലാസിൽ കണ്ടത്. അപ്പൊ കൽക്കത്തയിലാണ് കഥ നടക്കുന്നത്. കൽക്കത്തയിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവൾ ആ പരസ്യം ന്യൂസ് പേപ്പറിൽ കാണുന്നത്. കാഴ്ചയിൽ യോഗ്യതയും ബുദ്ധി സാമർഥ്യവുമുള്ള ഒരു ചെറുപ്പക്കാരിയെ ഞങ്ങളുടെ മൊത്ത കച്ചവടത്തിന്റെ ഇൻചാർജായി ജോലി ചെയ്യാൻ ആവശ്യമുണ്ട്. അതാണ് അവള് കണ്ട പരസ്യം. എന്തായിരുന്നു പത്രത്തിൽ കണ്ട പരസ്യം? കാഴ്ചയില് യോഗ്യതയും ബുദ്ധി സാമർഥ്യമുള്ള ഒരു ചെറുപ്പക്കാരിയെ ഞങ്ങളുടെ മൊത്ത കച്ചവടത്തിന്റെ ഇൻചാർജായി ജോലി ചെയ്യുവാൻ ആവശ്യമുണ്ട് എന്നുള്ള പരസ്യമാണ് കാണുന്നത്. തുണികളുടെ നിറങ്ങളെ പറ്റിയും പുതിയ ഡിസൈനുകളെ പറ്റിയും ഏകദേശ വിവരം ഉണ്ടായിരിക്കണം. അവനവന്റെ കൈയക്ഷരത്തിൽ എഴുതിയ ഹർജിയുമായി നേരിട്ട് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരിക എന്നാണ് കൽക്കത്തയിൽ വെച്ചവൾ പരസ്യം കാണുന്നത്. ഓക്കെ, കൽക്കത്തയിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവള് പത്രപരസ്യം കാണുന്നത്. അപ്പോ ഏതോ ഒരു ടെക്സ്റ്റൈൽസ് കമ്പനിയിലുള്ള ജോലിക്കായിരിക്കാം ആ പരസ്യം, അല്ലെ? നോക്കാം. ജനത്തിരക്കുള്ള ഒരു തെരുവിലായിരുന്നു ആ ഓഫീസിന്റെ കെട്ടിടം. അവൾ ഇളം മഞ്ഞ നിറത്തിലുള്ള ഒരു പട്ട് സാരിയും തന്റെ വെളുത്ത കൈസഞ്ചിയും മറ്റുമായി ആ കെട്ടിടത്തിലെത്തിയപ്പോൾ നേരം 11:30 മണിയായിരുന്നു. അത് 7 നിലകളും 200-ലധികം മുറികളും വളരെയധികം വരാന്തകളുമുള്ള ഒരു കൂറ്റൻ കെട്ടിടമായിരുന്നു. അവിടെയാണ് ഈ പത്രം പരസ്യം കണ്ട് ജോലി അന്വേഷിച്ച് അവൾ എത്തിയിട്ടുള്ളത്. ആ കെട്ടിടത്തെ കുറിച്ചൊക്കെ നോക്കിയ നിങ്ങൾ എന്താണ് അത് 7 നിലകളും 200-ലധികം മുറികളും വളരെയധികം വരാന്തകളുമുള്ള ഒരു കൂറ്റൻ കെട്ടിടമായിരുന്നു. 4 ലിഫ്റ്റുകളും, ഓരോ ലിഫ്റ്റിന്റെയും മുമ്പിൽ ഓരോ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. കടിച്ച കച്ചവടക്കാരും തോൽസഞ്ചി കയ്യിൽ ഒതുക്കിക്കൊണ്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും മറ്റും അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള ആ ബിൽഡിംഗിലേക്കാണ് അവള് ഈ പത്രപരസ്യം കണ്ട് ജോലി അന്വേഷിച്ച് എത്തിയിട്ടുള്ളത്. ഒരൊറ്റ സ്ത്രീയെയും അവൾ അവിടെ എങ്ങും കണ്ടില്ല. ധൈര്യം അപ്പോഴേക്കും വളരെ ക്ഷയിച്ചു കഴിഞ്ഞിരുന്നു. അത്രയും വലിയൊരു സ്ഥലം, ഒരൊറ്റ സ്ത്രീ പോലും ഇല്ല. ജോലി അന്വേഷിച്ച് ചെല്ലുന്ന അവൾക്ക് ധൈര്യം കുറച്ച് നല്ല ധൈര്യം ക്ഷയിച്ചു പോയിരുന്നു, ഇല്ലാണ്ടായി പോയിരുന്നു. തന്റെ ഭർത്താവിന്റെ അഭിപ്രായം വകവയ്ക്കാതെ ഈ ഉദ്യോഗത്തിന് വരേണ്ടിയിരുന്നില്ല എന്നും അവൾക്ക് തോന്നി. അപ്പം ഭർത്താവ് സമ്മതിച്ചിട്ടില്ല ഈ ഉദ്യോഗത്തിന് വരാൻ. അപ്പൊ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് ഒരു സ്ത്രീ പോലും ഇല്ല, ഒരുപാട് പുരുഷന്മാര്, വലിയ സ്ഥലം, ഇതൊക്കെ കണ്ടപ്പോൾ പേടിച്ചിട്ട് അവൾ വിചാരിക്കുകയാണ് ഭർത്താവിന്റെ അഭിപ്രായത്തെ വകവെക്കാതെ ഈ ഉദ്യോഗത്തിന് വരേണ്ടിയിരുന്നില്ല എന്നും അവൾക്ക് തോന്നി. അവൾ അടുത്തു കണ്ട ഒരു ശിപ്പായിയോട് ചോദിച്ചു, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് 7 നിലയിലാണ്? അടുത്ത് കണ്ട ശിപ്പായിയോട് ചോദിക്കണം. അപ്പം നിറം കൊടുക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ടെക്സ്റ്റൈൽ ജോലിന്റെ ആയിരിക്കും എന്നുള്ളതാണ്. മൊത്ത കച്ചവടം എന്നാണ് പരസ്യത്തിൽ കണ്ടത്. അപ്പം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് 7 നിലയിലാണ്. 1-ാം നിലയിലാണെന്ന് തോന്നുന്നു. അയാൾ പറഞ്ഞു. എല്ലാ കണ്ണുകളും തന്റെ മുഖത്ത് പതിക്കുന്നു എന്ന് അവൾക്ക് തോന്നി. എല്ലാവരും എന്നെ തന്നെയാണോ നോക്കുന്നത്? വരേണ്ടിയിരുന്നില്ല. അവൾ വിചാരിക്കുകയാണ്, വരണ്ടായിരുന്നു. വിയർപ്പിൽ മുങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഈ ആണുങ്ങളുടെ ഇടയിൽ താൻ എന്തിനു വന്നെത്തിയില്ലേ? ഒരൊറ്റ പെണ്ണിനെ പോലും കാണുന്നില്ല. 1000 ഉറുപ്പിക കിട്ടുമെങ്കിൽ തന്നെയും തനിക്ക് ഈ കെട്ടിടത്തിലേക്ക് ദിവസേന ജോലി ചെയ്യാൻ വരാൻ വയ്യ. പക്ഷെ പെട്ടെന്ന് മടങ്ങിപ്പോവാൻ അവൾക്ക് കഴിഞ്ഞില്ല, അല്ലെ? അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ അവൾ വിചാരിക്കാണ്, പത്രപരസ്യം കണ്ട് വന്നാണ്, മാസം 1000 രൂപ തരാന്ന് പറഞ്ഞാലും, അന്നത്തെ കാലത്ത് എഴുതിയ കഥയാണെന്ന് ഓർമ്മിക്കണേ, മാസം 1000 രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഒന്നും ജോലി ചെയ്യാൻ വരാൻ പറ്റില്ല. എന്നാലും പെട്ടെന്ന് മടങ്ങിപ്പോവാൻ അവൾക്ക്
കഴിഞ്ഞതുമില്ല. അവളുടെ ഊഴമായി ലിഫ്റ്റിൽ കയറി അടുത്തു നിൽക്കുന്നവരുടെ ദേഹങ്ങളിൽ തൊടാതിരിക്കുവാൻ ക്ലേശിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് അവൾ ഒരു മൂലയിൽ ഒതുങ്ങി നിന്നു. 1-ാം നിലയിൽ ഇറങ്ങിയപ്പോൾ അവൾ ചുറ്റും കണ്ണോടിച്ചു. 4 ഭാഗത്തേക്കും നീണ്ടുകിടക്കുന്ന വരാന്തയിൽ നിന്ന് ഓരോ മുറികളിലേക്കായി വലിയ വാതിലുകൾ ഉണ്ടായിരുന്നു. നോക്കണേ, ആ ഒരു അന്തരീക്ഷം നിങ്ങൾ നോക്കണേ, ആ ഒരു ചുറ്റുപാട്, ആ ബിൽഡിങ്. 1-ാം നിലയിൽ ഇറങ്ങിയപ്പോൾ അവൾ ലിഫ്റ്റിൽ കയറി, 1-ാം നിലയിൽ അവൾ ഇറങ്ങി, ചുറ്റും കണ്ണോടിച്ചു. 4 ഭാഗത്തേക്കും നീണ്ടുകിടക്കുന്ന വരാന്തയിൽ നിന്ന് ഓരോ മുറികളിലേക്കായി വലിയ വാതിലുകൾ ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? വാതിലിന്റെ പുറത്ത് ഓരോ ബോർഡും, ഒരു ബോർഡ് ഇങ്ങനെയാണ് ഇറക്കുമതിയും കയറ്റുമതിയും, അതേപോലെ അടുത്ത ബോർഡ് വൈൻ കച്ചവടം, അതിനൊക്കെ ഓരോ റൂമാണെന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ പല ബോർഡുകളും. പക്ഷേ എത്ര നടന്നിട്ടും എത്ര വാതിലുകൾ തന്നെ കടന്നിട്ടും താൻ അന്വേഷിച്ചിരുന്ന ബോർഡ് അവൾ കണ്ടെത്തിയില്ല. അവൾ പരസ്യം കണ്ടുവന്ന ആ ജോലിയുമായി ബന്ധപ്പെട്ട ബോർഡ് അവൾ കണ്ടില്ല. അപ്പോഴേക്കും അവളുടെ കൈത്തലങ്ങൾ വിയർത്തിരുന്നു. ഒട്ടാകെ അന്വേഷിച്ചിട്ട് നടന്നു വേർത്തതും ആവാം, പേടികൊണ്ട് വേർത്തതും ആവാം. ഒരു മുറിയിൽ നിന്ന് പെട്ടെന്ന് പുറത്തു കടന്ന ഒരാളോട് അവൾ ചോദിച്ചു, ടെക്സ്റ്റൈൽ കമ്പനി എവിടെയാണ്? അയാൾ അവളെ തന്റെ ഇടുങ്ങിയ ചുവന്ന കണ്ണുകൾ കൊണ്ട് ആപാദചൂടം പരിശോധിച്ചു. അവളെ മൊത്തത്തിലൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷെ എന്റെ കൂടെ വന്നാൽ ഞാൻ ശിപ്പായിയോട് അന്വേഷിച്ച് സ്ഥലം മനസ്സിലാക്കി തരാം. അയാൾ ഉയരം കുറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു, ഒരു മധ്യവയസ്സൻ. അയാളുടെ കൈനഖങ്ങളിൽ ചളിയുണ്ടായിരുന്നു. അത് കണ്ടിട്ടോ എന്തോ അവൾക്ക് അയാളുടെ കൂടെ പോവാൻ തോന്നിയില്ല. അവൾ പറഞ്ഞു, നന്ദി, ഞാൻ ഇവിടെ അന്വേഷിച്ച് മനസ്സിലാക്കിക്കൊള്ളാം. എന്തോ സംതിങ് ഫിഷി ഫീലിംഗ് വരുന്നില്ലേ? ഏതോ ഒരു സ്ട്രേഞ്ച് അറ്റ്മോസ്ഫിയറിൽ എത്തിയതുപോലെ, ഇത് എവിടെയോ ചെന്ന് കുടുങ്ങിയതുപോലെയൊക്കെ തോന്നില്ലേ നിങ്ങൾക്ക്? അവൾ ധൃതിയിൽ നടന്ന് ഒരു മൂല തിരിഞ്ഞ് മറ്റൊരു വരാന്തയിലെത്തി. അവിടെയും അടച്ചിട്ട വലിയ വാതിലുകൾ അവൾ കണ്ടു. ഡൈൻ, DYING, ഡൈൻ എന്ന് അവിടെ എഴുതി തൂക്കിയിരുന്നു. സ്പെല്ലിങ്ങിന്റെ തെറ്റു കണ്ട് അവൾക്ക് ചിരി വന്നു. തുണിക്ക് ചായം കൊടുക്കുന്നതിന് പകരം ഇവിടെ മരണമാണോ നടക്കുന്നത്? തുണിക്ക് ചായം കൊടുക്കുന്നതിന് ഡൈ ചെയ്യാ, ഡൈ എന്നല്ലേ പറയാ, മരിക്കുന്നതിനും ഡൈ എന്നാ പറയാ. അക്ഷരത്തിൽ സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഡൈ എന്നുള്ള ബോർഡ് കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് ചിരി വന്നു. ഓ, എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയത്. അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക തുണിക്ക് ചായം കൊടുക്കുന്ന ഡൈങ് ആയിരിക്കില്ലേ, മരണമാണോ ഈ മുറിയിൽ നടക്കുന്നത് എന്ന് നമ്മൾ വിചാരിച്ചിട്ട് ചിരിച്ചുപോയി അക്ഷരത്തെറ്റ് കണ്ടിട്ട്. ഏതായാലും അവിടെ ചോദിച്ചു നോക്കാം എന്ന് ഉദ്ദേശിച്ച്, ഡൈങ് കണ്ടല്ലോ, അപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്നെല്ലാം പറയുമ്പോൾ കണക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് അവൾ വാതിൽ തള്ളി തുറന്നു. അകത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വലിയ തളമാണ് അവൾ കണ്ടത്. എംപ്റ്റി ആയിട്ടുള്ള, ശൂന്യമായിട്ടുള്ള ഒരു വലിയ തളം. 2-3 കസാലകളും ഒരു ചില്ലിട്ട മേശയും, അത്ര തന്നെ. ഒരാളുമില്ല അവിടെ എങ്ങും. അവൾ വിളിച്ചു ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? അവിടെ നോക്കുമ്പോ ആരുമില്ല. അകത്തെ മുറികളിലേക്കുള്ള വാതിലുകളുടെ തിരശ്ശീലകൾ, അതിൻ്റെ ഉള്ളിൽ ആ റൂമിലേക്ക് കയറി അതിന്റെ അകത്തെ മുറിയിലേക്കുള്ള വാതിലുകൾക്കുള്ള, അതായത് അതിന്റെ ഇവിടെ അകത്ത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വലിയ തളമാണ് അവൾ കണ്ടത്. 2-3 കസാലകളും ഒരു ചില്ലിട്ട മേശയും, അത്ര തന്നെ. ഒരാളുമില്ല അവിടെയെങ്ങും. അവൾ വിളിച്ചു ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? അകത്തെ മുറികളിലേക്കുള്ള വാതിലുകളുടെ തിരശ്ശീലകൾ, അടുത്ത റൂമിലേക്ക് കയറാനുള്ള വാതിലിന്റെ കർട്ടൻ, തിരശ്ശീലകൾ മെല്ലെ ഒന്ന് ആടി. ആരുമില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത്ര തന്നെ. അവൾ ധൈര്യം അവലംബിച്ച്, അപ്പൊ ആരോ വരുന്നുണ്ട്, മുറിക്ക് നടുവിലുള്ള കസാലയിൽ പോയി ഇരുന്നു. അല്പം വിശ്രമിക്കാതെ ഇനി ഒരൊറ്റയടി നടക്കുവാൻ കഴിയില്ല എന്ന് അവൾക്ക് തോന്നി. മുകളിൽ പങ്ക, ഫാൻ തിരിഞ്ഞുകൊണ്ടിരുന്നു. ഇതൊന്നൊരു ഓഫീസാണ്. അവൾ അത്ഭുതപ്പെട്ടു. വാതിലും തുറന്നു വെച്ച് പങ്കയും ചലിപ്പിച്ച് ഇവിടെയുള്ളവരെല്ലാവരും എങ്ങോട്ട് പോയി? അപ്പൊ ആരെയും കാണുന്നില്ല. അവൾ അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കുകയും ചെയ്തു. തുണിക്ക് നിറം കൊടുക്കുന്നവരായതുകൊണ്ട് ഇവർക്ക് താൻ അന്വേഷിക്കുന്ന ഓഫീസ് എവിടെയാണെന്ന് അറിയാതിരിക്കയില്ല. രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടല്ലോ. അവൾ കൈസഞ്ചി തുറന്ന് കണ്ണാടി എടുത്ത് മുഖം പരിശോധിച്ചു. കാണാൻ യോഗ്യതയുണ്ടെന്ന് തന്നെ തീർച്ചയാക്കി. പരസ്യത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, കാണാൻ യോഗ്യതയുള്ളവരാ വരണ്ടെന്ന്. 800 ഉറുപ്പിക ആവശ്യപ്പെട്ടാലോ? സാലറി ആയിട്ട് 800 ഉറുപ്പിക ചോദിച്ചാലോ? തന്നെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥയെ അവർക്ക് കിട്ടുന്നത് ഭാഗ്യമായിരിക്കും. പഠിപ്പുണ്ട്, പദവിയുണ്ട്, പുറം രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ലോകപരിചയം നേടിയിട്ടുണ്ട്. അതുപോലൊരു സ്ത്രീയാണ് ഇപ്പൊ ഈ അന്വേഷണം നടക്കുന്നത്. അപ്പൊ തന്നെ പോലെ ഒരു ജോലിക്കാരി അവർക്ക് കിട്ടുന്നത് അവരുടെ ഭാഗ്യമായിരിക്കും. ഒരു 800 രൂപ ശമ്പളം ചോദിച്ചാലോ എന്നൊക്കെ അവിടെ ഇരുന്നിട്ട്, ആ റൂമിൽ കയറി അവിടെ റെസ്റ്റ് എടുക്കാൻ ഇരുന്നിട്ട് ചിന്തിക്കുക. അവൾ ഒരു കുപ്പിയുടെ കോർക്ക് വലിച്ചു തുറക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞെട്ടി ഉണർന്നത്. അപ്പൊ അവിടെ ആരോ ഉണ്ട്. ഞെട്ടി ഉണർന്നത് അവിടെ അവൾ ഇരുന്ന് പോയി ഈ കോർക്ക് വലിച്ചു വരുന്ന ശബ്ദം കേട്ടിട്ടാണ് അവള് ഉണരുന്നത്. ഞാനെന്തൊരു വിഡ്ഢിയാണ്, ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് ഉറങ്ങുകയോ? അപ്പൊ അവൾ അവിടെ ഇരുന്നിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. റെസ്റ്റ് എടുക്കാനുള്ള രീതിയിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നടന്നതല്ലേ, റെസ്റ്റ് എടുക്കാനുള്ള രീതിയിൽ അവിടെ ആരുമില്ല എന്ന് കണ്ടു. അപ്പൊ അവൾ അവിടെ റെസ്റ്റ് എടുക്കാൻ ഇരുന്നിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അവൾ കണ്ണുകൾ തിരുമ്മി ചുറ്റും നോക്കി.
അവളുടെ എതിർവശത്ത് ഒരു കസാലമേൽ ഇരുന്നു കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ സോഡയിൽ വിസ്കി ഒഴിക്കുകയായിരുന്നു. അപ്പൊ അവളോട് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ആ റൂമില് ഡൈനിങ് ബോർഡുള്ള റൂമാണ്. അപ്പൊ ഉറങ്ങിപ്പോയി. തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നു, വിസ്കിയിൽ സോഡയിൽ വിസ്കി ഒഴിക്കുകയായിരുന്നു. അയാളുടെ ബുഷ് ഷർട്ട് വെണ്ണ നിറത്തിലുള്ള ടെർലിൻ കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അയാളുടെ കൈവിരലുകളുടെ മുകൾ ഭാഗത്ത് കനത്ത രോമങ്ങൾ വളർന്നു നിന്നിരുന്നു. ശക്തങ്ങളായ ആ കൈവിരലുകൾ കണ്ട് അവൾ പെട്ടെന്ന് പരിഭ്രമിച്ചു. അത്രയും ശക്തിയുള്ള കൈവിരലുകൾ കണ്ടൊന്ന് പേടിച്ചു. താൻ എന്തിനു വന്നു ഈ ചെകുത്താന്റെ വീട്ടിൽ? അങ്ങനെ ഡൈനിങ്ങുള്ള ബോർഡ് നോക്കിയിട്ട്, എന്നാൽ ഞാൻ അന്വേഷിക്കുന്ന സ്ഥലം ഇവർക്ക് അറിയാതിരിക്കുന്നു വിചാരിച്ചിട്ട് വന്നത് ഇതുപോലൊരു സ്ഥലത്താണ്. പുറത്ത് വലിച്ചു പൊട്ടിക്കുന്നു. അയാളുടെ രൂപമാണെങ്കിൽ ഇങ്ങനെ. അവിടെ ഇരുന്ന് അവളോട് ഉറങ്ങിപ്പോയല്ലോ. അയാൾ തല ഉയർത്തി അവളെ നോക്കി. അയാളുടെ മുഖം ഒരു കുതിരയുടേതെന്ന പോലെ നീണ്ടതായിരുന്നു. അയാൾ ചോദിച്ചു, ഉറക്കം സുഖമായോ? അയാൾ ചോദിച്ചു, ഉറക്കം സുഖമായോ? എന്നിട്ട് അവളുടെ മറുപടി കേൾക്കുവാൻ ശ്രദ്ധിക്കാതെ ഗ്ലാസ് ഉയർത്തി അതിലെ പാനീയം മുഴുവൻ കുടിച്ചു തീർത്തു. ദാഹിക്കുന്നുണ്ടോ? അയാൾ ചോദിച്ചു. അവൾ തലയാട്ടി. ടെക്സ്റ്റൈൽ കമ്പനി എവിടെയാണെന്ന് അറിയുമോ? നിങ്ങൾക്ക് അറിയുമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ തുണികൾക്ക് നിറം കൊടുക്കുന്നവരാണല്ലോ, അവൾ പറഞ്ഞു. അപ്പൊ അവൾ അന്വേഷിച്ചു വന്ന ടെക്സ്റ്റൈൽ കമ്പനി എവിടെയാണെന്ന് ചോദിക്കുക. നിങ്ങൾ തുണികൾക്ക് നിറം കൊടുക്കുന്നവരാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് അറിയാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കയറിയത്. എന്നിട്ടൊരു മര്യാദ ചിരിച്ചിരിച്ചു. ഇത്രയും പറഞ്ഞിട്ട് അയാൾ ചിരിച്ചില്ല. അയാൾ വീണ്ടും വിസ്കി ഗ്ലാസ്സിൽ ഒഴിച്ചു, സോഡ കലർത്തി. എത്രയോ സമയം കിടക്കുന്നു വർത്തമാനങ്ങൾ പറയുവാനും മറ്റും എന്ന നാട്യമായിരുന്നു അയാളുടേത്. അവൾ ചോദിച്ചു, നിങ്ങൾ അറിയില്ലേ? അവൾ അക്ഷമയായി കഴിഞ്ഞിരുന്നു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്ത് കടന്ന് വീട്ടിലേക്ക് മടങ്ങിയാൽ മതിയെന്ന് കൂടി അവൾക്ക് തോന്നി. അതുപോലെ ഒരു ചുറ്റുപാട്. അയാൾ ഇങ്ങനെ വിസ്കിയൊക്കെ കുടിക്കുന്നു. അയാളുടെ രൂപ അങ്ങനെയുള്ളത്. അപ്പോ അയാളുടെ ഒരു നോട്ടത്തിലും വർത്താനത്തിലൊക്കെ എന്തോ പെശക് തോന്നുകയാണ്. എങ്ങനെയെങ്കിലും തിരിച്ചെത്തിയാൽ മതി എന്നായി. അയാൾ പെട്ടെന്ന് ചിരിച്ചു. വളരെ മെലിഞ്ഞ ചുണ്ടുകളായിരുന്നു അയാളുടെ ചുണ്ടുകൾ. അവ ആ ചിരിയിൽ വൈരൂപ്യം കലർത്തി. മെലിഞ്ഞ ചുണ്ടായിരുന്നു. അപ്പൊ അയാൾ പെട്ടെന്ന് ചിരിക്കുകയാണ്. അപ്പൊ മെലിഞ്ഞ ചുണ്ടും കൂടി ആയപ്പോഴത്തേക്ക് കുറച്ച് വൈരൂപ്യം, സൗന്ദര്യത്തിന്റെ ഓപ്പോസിറ്റ് വൈരൂപ്യം, ഭംഗിയില്ലായ്മയായത്. എന്താണ് തിരക്ക്? അയാൾ ചോദിച്ചു. നേരം 11:45 ആയിട്ടുള്ളൂ. എന്താ ഇത്ര തിരക്ക്? അവൾ വാതിലിലേക്ക് നടന്നു തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാ. നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ ആശിച്ചു, അവൾ പറഞ്ഞു. നിങ്ങളും തുണിക്കച്ചവടവുമായിട്ട് ബന്ധമുള്ള ഒരാളാണല്ലോ, ടെക്സ്റ്റൈൽസുമായി ബന്ധമുള്ള ആളാണല്ലോ. ഡൈനിങ്ങല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. എന്ത് ബന്ധം? ഞങ്ങൾ തുണിയിൽ ചായം ചേർക്കുന്നവരല്ല. ബോർഡ് വായിച്ചില്ലേ, ഡൈങ് എന്ന്? അപ്പോൾ അവൾ പേടിച്ചോണ്ടിരിക്കുക. അപ്പോൾ ആ അർത്ഥം തന്നെ മരിക്കുക എന്ന് കേട്ടില്ലേ? സുഖമായി മരിക്കുവാൻ ഏർപ്പെടുത്തി കൊടുക്കും ഞങ്ങൾ. അപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, സുഖമായിട്ട് മരിക്കാൻ വേണ്ട റൂമിൽ തന്നെയാണ് കയറി അവൾ പോയിരിക്കുന്നത്. അപ്പോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ റിയൽ ആയിട്ട് തോന്നുന്നുണ്ടോ? സംതിങ് ഫിഷി ആയിട്ടല്ലേ തോന്നുന്നത്? അങ്ങനെ ഒരു റൂമിൽ ഡൈനിങ്ങുള്ള ബോർഡൊക്കെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ മരണത്തിന് വേണ്ടി കാത്തിക്കുന്ന സ്ഥലം ഉണ്ടാവുമോ? അപ്പൊ റിയലിസ്റ്റിക് അല്ലാത്ത എന്തോ ഒന്ന് അവിടെ കഥാകാരി പറയുന്നത്. ഒരു കാര്യമുണ്ട്, അവിടെ കിടന്ന് അവള് ഉറങ്ങിപ്പോയിട്ടുണ്ടെന്നും പറയുന്നത്. ഇതൊക്കെ ഇനി അങ്ങോട്ട് പറയുന്നതൊക്കെ അവളുടെ സ്വപ്നവും ആവാം, അല്ലെങ്കിൽ അവളുടെ ഒരുതരം മതിഭ്രമം, ഒരുതരം ഭ്രാന്തു ആവാം. ഇതൊക്കെ ഇനി അങ്ങോട്ടുള്ള കഥ പറയുമ്പോൾ ഇതൊരു ഒറിജിനൽ സാധനമായിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ അവളുടെ മനസ്സിന്റെ, ഇപ്പൊ ഒരു കമ്പനിയിൽ ഇതേപോലെ പത്രപരസ്യം കണ്ടപ്പോൾ അവിടെ ജോലിക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവളുടെ മനസ്സിലുള്ള പേടികളായിരിക്കാം പിന്നെ ഈ കഥാകൃത്ത് ആവിഷ്കരിച്ചിട്ടുണ്ടാവുക. എന്തായാലും റിയൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഫുള്ള് കേൾക്കാം, അപ്പൊ മനസ്സിലാവും. ആ അർത്ഥം തന്നെ. മരിക്കുക എന്ന് കേട്ടില്ലേ? സുഖമായി മരിക്കുവാൻ ഏർപ്പെടുത്തി കൊടുക്കും ഞങ്ങൾ. അയാൾ കസാലയിൽ ചാരിക്കിടന്ന് കണ്ണുകളിറുക്കി. അവളെ നോക്കി ചിരിച്ചു. പെട്ടെന്ന് ആ വെളുത്ത പുഞ്ചിരി തന്റെ കണ്ണുകളിലാകെ വ്യാപിച്ച പോലെ അവൾക്ക് തോന്നി. അവളുടെ കാലുകൾ വിറച്ചു. മരിക്കാനാണോ ഞാൻ ചെന്ന് കയറി കൊടുത്തിരിക്കുന്നത്? അവൾ വാതിൽക്കലേക്ക് ഓടി, തിരിച്ചു രക്ഷപ്പെടാനാ. പക്ഷേ വാതിൽ തുറക്കുവാൻ അവളുടെ വിയർത്ത കൈകൾക്ക് കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ദയവ് ചെയ്തൊന്ന് തുറന്നു തരൂ, അവൾ പറഞ്ഞു. എനിക്ക് വീട്ടിലേക്ക് പോകണം, എന്റെ കുട്ടികൾ കാത്തിരിക്കുന്നുണ്ടാവും. അയാൾ തന്റെ വാക്കുകൾ കേട്ട് ക്രൂര ചിന്തകൾ ഉപേക്ഷിച്ച് തന്നെ സഹായിക്കുവാൻ വരുമെന്ന് അവൾ ആശിച്ചു. അവൻ ഭർത്താവുണ്ടെന്ന് നേരത്തെ പറഞ്ഞു, കുട്ടികളും ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ്. ദയവ് ചെയ്ത് തുറക്കൂ, അവൾ വീണ്ടും യാചിച്ചു. അയാൾ വീണ്ടും വിസ്കി കുടിച്ചു. വീണ്ടും അവളെ നോക്കി ചിരിച്ചു. അവൾ വാതിൽക്കൽ മുട്ടിത്തുടങ്ങി. അയ്യോ, എന്നെ ചതിക്കുകയാണോ? അവൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തിട്ടുള്ളത്? അവളുടെ തേങ്ങൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവസാനിച്ചു. അവൾ ക്ഷീണിച്ചു തളർന്ന് വാതിലിന്റെ അടുത്ത് വെറും നിലത്ത് വീണു.
അയാൾ യാതൊരു കാഠിന്യവുമില്ലാത്ത ഒരു മൃദുസ്വരത്തിൽ, വളരെ ഭംഗിയായിട്ട് മൃദുസ്വരത്തിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ ചില വാക്കുകൾ മാത്രം കേട്ടു. അപ്പൊ അവളാകെ തളർന്ന് അവിടെ വാതിൽക്കൽ വീട് പുറത്തിറങ്ങാൻ പറ്റാണ്ട്. അയാളാണെങ്കിൽ മൃദുസ്വരത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ കുറച്ച് പാതികോളത്തിലല്ലേ അവളുള്ള, കുറച്ച് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്തു, അവൾ കേട്ടു. പിന്നെ എന്താ അവൾ കേട്ടെന്നറിയോ? അയാൾ പറയുന്നത്, പണ്ട് എന്റെ കിടപ്പുമുറിയിൽ, അയാൾ പറയുന്നതായിട്ട് അവൾ കേൾക്കുന്നതാ, പണ്ട് എന്റെ കിടപ്പുമുറിയിൽ തണുപ്പ് കാലത്ത് ഒരു പക്ഷി വന്നു പെട്ടു. കഥയുടെ പേര് പക്ഷിയുടെ മണം. പക്ഷി വന്നു പെട്ടു. മഞ്ഞ കലർന്ന തവിട്ട് നിറം. അതേ സാരിയല്ലേ അവൾ ഇട്ടിട്ടുള്ളത്? മഞ്ഞ കലർന്ന തവിട്ട് നിറത്തിലുള്ള പക്ഷിയാണ്. നിന്റെ സാരിയുടെ നിറം. അത് ജനവാതിലിന്റെ ചില്ലിൽ മേൽ കൊക്കുകൊണ്ട് തട്ടി നോക്കി. ഇതൊക്കെ നിങ്ങൾക്ക് കണക്ട് ആവണം. അവള് വന്നിട്ട് ഈ റൂമിൽ തട്ടിയതുപോലെ ഇല്ലേ, അത് തട്ടി നോക്കി. ചില്ല് പൊട്ടിക്കുവാൻ ചിറകുകൾ കൊണ്ടും തട്ടി. അതെത്ര ക്ലേശിച്ചു, അതെത്ര കഷ്ടപ്പെട്ടു. എന്നിട്ട് എന്തുണ്ടായി? അത് ക്ഷീണിച്ച് നിലത്ത് വീണു. ഞാനതിനെ എന്റെ ഷൂസിട്ട കാല് കൊണ്ട് ചവിട്ടി അരച്ച് കളഞ്ഞു. അപ്പം വാതിൽക്കൽ ഇപ്പൊ അവളിപ്പം നിലത്ത് വീണിട്ടല്ലേ ഉള്ള, ആ പക്ഷിയെ പോലെ. അപ്പൊ ആ പക്ഷി സമം അവളിന്ന് നമുക്ക് കാണാൻ പറ്റുന്നു, എനിക്ക് കാണാൻ പറ്റുന്നു. അപ്പം നിങ്ങൾക്ക് വേറെ രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കും കേട്ടോ. ഞാനതിന് എന്റെ ഷൂസ് ഇട്ട കാല് കൊണ്ട് ചവിട്ടി അരച്ചു കളഞ്ഞു. അതുപോലെ പണ്ട് മുറിയിൽ വന്ന പക്ഷി അങ്ങനെ അരച്ചു കളഞ്ഞു. ഇപ്പൊ അതുപോലെ മുറിയിൽ വന്നിട്ടല്ലേ അവൾ അവിടെ തളർന്നു വീണിരിക്കുന്നത്. ചവിട്ടി അരക്കും അയാള്. നോക്കാം. പിന്നീട് കുറെ നിമിഷങ്ങൾ നീണ്ടുനിന്ന മൗനത്തിന് ശേഷം അയാൾ ചോദിച്ചു, നിനക്കറിയാമോ മരണത്തിന്റെ മണം എന്താണെന്ന്? അയാൾ ചോദിക്കുകയാണ്. അവൾ കണ്ണുകൾ ഉയർത്തി അയാളെ നോക്കി. അവൾ കണ്ണുകൾ ഉയർത്തി, അവിടെ ഇങ്ങനല്ലേ ഉള്ളത്, അയാളെ നോക്കി. പക്ഷേ ഒന്നും പറയുവാൻ നാവ് ഉയർന്നില്ല. പറയുവാൻ മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, മരണത്തിന്റെ മണം. അവളോട് എന്താ ചോദിച്ചത്? മരണത്തിന്റെ മണം എന്താണെന്ന്. മരണത്തിന്റെ മണം അല്ല, മരണത്തിന്റെ വിവിധ മണങ്ങൾ തന്നെ പോലെ ആർക്കാണ് അറിയുക? അപ്പൊ അവളുടെ ഓർമ്മയിൽ അവൾ അനുഭവിച്ച മരണത്തിന്റെ മണം അവളുടെ മനസ്സിലോട്ട് വരികയാണ്. എന്താണ് അവൾ കണ്ട മരണത്തിന്റെ മണം? പഴുത്ത വ്രണങ്ങളുടെ മണം, പഴത്തോട്ടങ്ങളുടെ മധുരമായ മണം, ചന്ദനത്തിരികളുടെ മണം. അതൊക്കെ എങ്ങനെയാണ് അവൾക്ക് മരണത്തിന്റെ മണമായത് നോക്കാം. ഇരുട്ടു പിടിച്ച ഒരു ചെറിയ മുറിയിൽ വെറും നിലത്തിട്ട കിടക്കയിൽ കിടന്നുകൊണ്ട് അവളുടെ അമ്മ യാതൊരു അന്തസ്സും കലരാത്ത സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് വയ്യ മോളെ, വേദനയൊന്നുമില്ല, എന്നാലും വയ്യ. അവള് കണ്ട ഒരു മരണം അതാണ്, അല്ലെങ്കിൽ മരണത്തെ ദ്യോതിപ്പിക്കുന്ന ഒരു രംഗം അതാണ്. അമ്മ മരിക്കുമ്പോൾ വ്രണം പിടിച്ചിട്ട് അമ്മയുടെ കാലിന്മേലുണ്ടായിരുന്ന വ്രണങ്ങളിൽ വെളുത്തു തടിച്ച പുഴുക്കൾ ഇളകിക്കൊണ്ടിരുന്നു. എന്നിട്ടും അമ്മ പറഞ്ഞു വേദനയില്ല. അപ്പൊ മരണത്തിന്റെ മണം അറിയാവുന്ന ഈ അപരിചിതൻ ചോദിക്കുമ്പോൾ അവളുടെ മനസ്സിലൂടെ അവൾ കണ്ട മരണത്തിന്റെ മണം പോവാണ്. അമ്മയ്ക്ക് വ്രണം പിടിച്ചിട്ട് അമ്മ മരിക്കുന്നത്. പിന്നീട് അച്ഛൻ, പിന്നീട് അവൾ അറിഞ്ഞിട്ടുള്ള മരണം അതാണ് അച്ഛൻ്റെത്. അച്ഛൻ, പ്രമേഹ രോഗിയായ അച്ഛന്, ഡയബറ്റീസ് ഉണ്ടായിരുന്ന അച്ഛന് പെട്ടെന്ന് തളർച്ച വന്നപ്പോൾ ആ മുറിയിൽ പഴത്തോട്ടങ്ങളിൽ നിന്ന് വരുന്ന ഒരു കാറ്റ് വന്നെത്തിയെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ മധുരമായിരുന്നു ആ മുറിയിൽ പരന്ന മണം. അതും മരണമായിരുന്നു. ഈ അപരിചിതൻ മരണത്തിന്റെ മണം അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവളുടെ മനസ്സിൽ അവൾ കണ്ട മരണങ്ങൾ വരികയാണ്. അതൊക്കെ അപ്പൊ അമ്മ അച്ഛനൊക്കെ അതൊക്കെ പറയണമെന്ന് അവൾക്ക് തോന്നി. അയാളോട് പറയണമെന്ന് തോന്നി, ഞാൻ ഇങ്ങനെയൊക്കെ മരണത്തിന്റെ മണം അനുഭവിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ നാവിന്റെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞിരുന്നു. ഒന്നും പറയാൻ നാവ് പൊന്തുന്നില്ല. മുറിയുടെ നടുവിലിരിക്കുന്ന ചെറുപ്പക്കാരൻ അപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മുറിയുടെ നടുവിലിരിക്കുന്ന ചെറുപ്പക്കാരൻ അപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ പറഞ്ഞത്? നിനക്കറിയില്ല. ഉവ്വോ, എന്നാൽ പറഞ്ഞു തരാം. അതായത് മരണത്തിന്റെ മണം നിനക്കറിയില്ല. ഉവ്വോ, എന്നാൽ പറഞ്ഞു തരാം. പക്ഷിത്തൂവലുകളുടെ മണമാണ് മരണത്തിന്. നിനക്കത് അറിയാറാവും അടുത്ത് തന്നെ. എന്ന് വെച്ചാൽ മരണം അടുത്ത് തന്നെ. ഇപ്പോൾ തന്നെ വേണമോ? ഇപ്പൊ മരിക്കണമെന്നാണ്. ഏതാണ് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേരം? നേരെ മുകളിൽ നിന്ന് നോക്കുന്ന സൂര്യന്റെ മുമ്പിൽ ലജ്ജയില്ലാതെ ഈ ലോകം നഗ്നമായി കിടക്കുന്ന സമയമോ? സൂര്യന്റെ നോട്ടത്തിന് മുമ്പിൽ നഗ്നമായിട്ട് നമ്മൾ കിടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പകൽ, എന്നുവെച്ചാൽ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. അതോ സന്ധ്യയോ? നീ എന്തുപോലെയുള്ള സ്ത്രീയാണ്? ധൈര്യമുള്ളവളോ ധൈര്യമില്ലാത്തവളോ? അങ്ങനെ ഒരു ചോദ്യം. അവളെ ഇപ്പം കൊല്ലുവോ? നമുക്ക് നോക്കാട്ടോ. അപ്പോ കൊല്ലുമോ? നോക്കാം. അയാൾ കസാലയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. അയാൾക്ക് നല്ല ഉയരമുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, എന്നെ പോവാൻ സമ്മതിക്കണം. ഞാൻ ഇങ്ങോട്ട് വരാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. എങ്ങോട്ട് വരാൻ? മരണത്തിലേക്ക് വരാൻ, അല്ലേ? അങ്ങനെ കണ്ടൂടെ നമുക്ക്? അപ്പോ ഞാൻ ഇങ്ങോട്ട് വരാൻ ഒരിക്കലും ഉദ്ദേശിച്ചില്ല. അയാൾ മരണമാണ് ഇപ്പോ, അല്ലെ? അയാൾ മരണത്തെ കുറിച്ചാണ് പറയുന്നത്, മരിക്കാനാ പറയുന്നത്. അയാൾ മരണമാണ്. അപ്പോ ഇവള് പറയാണ്, ഞാൻ ഇങ്ങോട്ട് വരാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. എങ്ങോട്ട്? മരണത്തിലേക്ക് വരാൻ. അപ്പോ അയാൾ പറയാ, നീ നുണ പറയുകയാണ്. നീ എത്ര തവണ ഉദ്ദേശിച്ചിരിക്കുന്നു ഇവിടെ വന്നെത്തുവാൻ? എത്രയോ സുഖകരമായ ഒരു അവസാനത്തിന് നീ എത്ര തവണ ആശിച്ചിരിക്കുന്നു?
ഇവിടെയാണ് നമ്മുടെ ഉള്ളിൽ ബൾബ് മിന്നുക. അതായത് നീ എത്ര തവണ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇവിടെ എത്താൻ എന്ന് പറയുമ്പോൾ നീ മരിക്കാൻ എത്ര തവണ ആഗ്രഹിച്ചിട്ടുണ്ട്. മരിക്കാൻ ഒരിക്കലെങ്കിലും വിചാരിക്കാത്ത മനുഷ്യന്മാരുണ്ടാവോ? എത്രയോ സുഖകരമായ ഒരു അവസാനത്തിന് നീ എത്ര തവണ ആശ്ചര്യക്കുന്നു. ഒന്ന് സുഖമായിട്ടൊന്ന് മരിക്കാൻ നീ എത്ര തവണ ചിന്തിച്ചിട്ടുണ്ട്? അതെ, മരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ലല്ലോ. എത്ര തവണ മരണത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും? മൃദുലങ്ങളായ തിരമാലകൾ നിറഞ്ഞ ദീർഘമായി നിശ്വസിക്കുന്ന കടലിൽ ചെന്ന് വീഴുവാൻ. അതെ, നീ ആലോചിച്ചിട്ടില്ലേ? പറയാണ് എങ്ങനെയാണ്? തിരമാലകൾ നിറഞ്ഞ ദീർഘമായി നിശ്വസിക്കുന്ന കടലിൽ ചെന്ന് വീഴുവാൻ നീ ആഗ്രഹിച്ചിട്ടില്ലേ? ആലസ്യത്തോടെ ചെന്ന് ലയിക്കുവാൻ മോഹിക്കുന്ന നദി പോലെയല്ലേ നീ? അതായത് കടലിൽ ഇങ്ങനെ പോയിട്ട് ലയിക്കുന്ന നദി പോലെ മരണത്തിൽ വീഴാൻ ആഗ്രഹിക്കുന്ന ആളല്ലേ നീ? പറയൂ അവനെ, നീ മോഹിക്കുന്നില്ലേ ആ അവസാനിക്കാത്ത ലാളന അനുഭവിക്കുവാൻ? മരിക്കാൻ മോഹിക്കുന്നില്ലേ എന്ന്. അപ്പൊ അവള് ചോദിക്കുക, നിങ്ങൾ ആരാണ്? അവൾ എഴുന്നേറ്റിരുന്നു. അവിടെ വാതിൽക്കൽ ഇങ്ങനെ വീണ്ടല്ലേ ഉള്ളത്. എഴുന്നേറ്റിരുന്നു. അയാളുടെ കൈവിരലുകൾക്ക് ബീഭത്സമായ മീൻസ് അറപ്പുണ്ടാക്കുന്ന ഒരാകർഷണം ഉണ്ടെന്ന് അവൾക്ക് തോന്നി. അയാളുടെ വിരലുകൾക്ക് ബീഭത്സമായ അറപ്പുണ്ടാക്കുന്ന ഒരു ആകർഷണം ഉണ്ടെന്ന് തോന്നുമ്പോൾ അയാൾ മരണമായിട്ടല്ലേ നമ്മളിപ്പോ സങ്കല്പിക്കുന്നത്. അപ്പം അവൾക്കും മരണത്തോടുള്ള താല്പര്യമായിരിക്കില്ലേ കാണിക്കുന്ന ഒരു ആകർഷണം ഉണ്ടെന്ന്. എന്നെ കണ്ടിട്ടില്ലേ? നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോ എന്നെ കണ്ടിട്ടില്ലേ? ഇല്ല. അവള് പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പൊ അയാൾ മരണമാണെങ്കിൽ പലപ്പോഴും മരണം നമ്മുടെ സൈഡിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. ഒരിക്കൽ നീ വെറും 11 വയസ്സായ ഒരു കുട്ടിയായിരുന്നു. മഞ്ഞക്കാമല മീൻസ് മഞ്ഞപ്പിത്തം, ജോണ്ടിസ്. മഞ്ഞക്കാമല പിടിച്ച് കിടക്കയിൽ നിന്ന് തല ഉയർത്താൻ വയ്യാതെ കിടന്നിരുന്ന കാലം. പണ്ടെനിക്ക് 11 വയസ്സിൽ ഒരു മഞ്ഞപ്പിത്തം വന്നിട്ടില്ലേ? അന്ന് നിന്റെ അമ്മ ജനൽവാതിലുകൾ തുറന്നപ്പോൾ നീ പറഞ്ഞു, അമ്മേ, ഞാൻ മഞ്ഞപ്പൂക്കൾ കാണുന്നു, മഞ്ഞ അലറിപ്പൂക്കൾ കാണുന്നു, എല്ലായിടത്തും മഞ്ഞപ്പൂ തന്നെ. അത് ഓർമ്മിക്കുന്നുണ്ടോ? അപ്പൊ അതായത് പണ്ട് 11 വയസ്സ് നിനക്കൊരു മഞ്ഞപ്പിത്തം വന്നിട്ടില്ല എന്നുള്ള ചോദ്യമാണ്. അതായത് എപ്പോ എന്നെ കണ്ടിട്ടില്ല എന്ന് അയാൾ ചോദിക്കുമ്പോൾ, അഥവാ മരണം ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയുമ്പോൾ, നിനക്ക് പണ്ടൊരു മഞ്ഞപ്പിത്തം വന്നില്ലേ, അത് നീ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ തലകുലുക്കി. നിന്റെ കണ്ണുകൾക്ക് മാത്രം കാണാൻ കഴിഞ്ഞ ആ മഞ്ഞപ്പൂക്കളുടെ ഇടയിൽ ഞാൻ നിന്നിരുന്നു. മരണം പറയാണ്, നിന്റെ കണ്ണുകൾക്ക് മാത്രം കാണാൻ പറ്റിയിരുന്ന ആ മഞ്ഞപ്പൂക്കളില്ല, അതിന്റെ ഇടയിൽ ഞാൻ നിന്നിരുന്നു. ആ മഞ്ഞപ്പിത്തം വന്നപ്പോഴത്തേക്ക് മരണം സൈഡിൽ കൂടി പോയിട്ടുണ്ട്. നിന്റെ കൈപിടിച്ച് നിന്നെ എത്തേണ്ട ഇടത്ത് എത്തിക്കുവാൻ. പക്ഷേ അന്ന് നീ വന്നില്ല. നിനക്കെന്റെ സ്നേഹത്തെ പറ്റി അറിഞ്ഞിരുന്നില്ല. ഞാനാണ് നിന്റെയും എല്ലാവരുടെയും മാർഗദർശി എന്ന് നീ അറിഞ്ഞിരുന്നില്ല. മീൻസ് അന്ന് നീ മരിച്ചില്ല. ഞാനാകുന്ന മരണത്തെ നീ പൂകിയില്ല. സ്നേഹമോ? ഇത് സ്നേഹമാണോ? അവൾ ചോദിച്ചു. ഇത് സ്നേഹമാണോ? അവൾ ചോദിച്ചു. അതെ, സ്നേഹത്തിന്റെ പരിപൂർണത കാണിച്ചു തരുവാൻ എനിക്ക് മാത്രമേ കഴിയുള്ളൂ. സ്നേഹത്തിന്റെ പരിപൂർണത കാണിച്ചു തരാൻ മരണത്തിനേ പറ്റുള്ളൂ. എനിക്ക് നീ ഓരോന്നോരോന്നായി കാഴ്ചവെക്കും. ചുവന്ന ചുണ്ടുകൾ, ചാഞ്ചാടുന്ന കണ്ണുകൾ, അവയവ ഭംഗിയുള്ള ദേഹം, എല്ലാം ഓരോ രോമകൂപങ്ങൾ കൂടി നീ കാഴ്ചവെക്കും. അതായത് മരണത്തിന് ഒന്നും നിന്റേതല്ലാതാവും. അതല്ലേ മരണം. എന്നിട്ട് ഈ ബലിക്ക് പ്രതിഫലമായി ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തരും. അതായത് നിന്റെ ശരീരം മൊത്തം എനിക്ക് തന്നാൽ, മരണത്തിന് തന്നാൽ ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തരും. ആത്മാവിൽ ഇങ്ങനെ പറക്കാന്ന്. നീ ഒന്നുമല്ലാതെയാകും, പക്ഷേ എല്ലാമായി തീരും. കടലിന്റെ ഇരമ്പലിലും നീ ഉണ്ടാവും. മഴക്കാലത്ത് കൂമ്പുകൾ പൊട്ടിമുളയ്ക്കുന്ന പഴയ മരങ്ങളിലും നീ ചലിക്കുന്നുണ്ടാവും. പ്രസവ വേദന അനുഭവിക്കുന്ന വിത്തുകൾ മണ്ണിന്റെ ഇടയിൽ കിടന്ന് തേങ്ങുമ്പോൾ നിന്റെ കരച്ചിലും ആ തേങ്ങലോടൊപ്പം ഉയരും. നീ കാറ്റാവും, നീ മഴത്തുള്ളികളാവും, നീ മണ്ണിന്റെ തരികളാവും. നീയായിത്തീരും ഈ ലോകത്തിന്റെ സൗന്ദര്യം. മരിച്ചോന്നാണ് മരണം പറയുന്നത്. അയാൾ നമ്മൾ മരണമായിട്ട് കണ്ടല്ലോ. നീ ഈ ലോകത്തെല്ലാടെയും പരന്നു കിടക്കും, മരിച്ചോ എന്നുള്ളതാണ്. അവൾ എഴുന്നേറ്റു നിന്നു. തന്റെ ക്ഷീണം തീരെ മാറിയെന്ന് അവൾക്ക് തോന്നി. പുതുതായി കിട്ടിയ ധൈര്യത്തോടെ അവൾ പറഞ്ഞു, ഇതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ നിങ്ങൾ കാളെ തെറ്റിയിരിക്കുന്നു. എനിക്ക് മരിക്കുവാൻ സമയമായിട്ടില്ല. ഞാനൊരു 27-കാരിയാണ്, വിവാഹിതയാണ്, അമ്മയാണ്. എനിക്ക് സമയമായിട്ടില്ല. ഞാനൊരു ഉദ്യോഗം നോക്കി വന്നതാണ്. ഇപ്പോൾ നേരം 12:30 മറ്റോ ആയിരിക്കണം. എന്ന് വെച്ചാൽ അത്രയും നേരം അവൾ അവിടെ ഇരുന്നു. ഞാൻ വീട്ടിലേക്ക് മടങ്ങട്ടെ. അയാൾ ഒന്നും പറഞ്ഞില്ല. അത്രയും പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ ഒന്നും പറഞ്ഞില്ല. വാതിൽ തുറന്ന് അവൾക്ക് പുറത്തേക്ക് പോകാൻ അനുവാദം കൊടുത്തു. അവൾ ധൃതിയിൽ ലിഫ്റ്റ് അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തന്റെ കാൽവെപ്പുകൾ അവിടെ എങ്ങും ഭയങ്കരമായി മുഴങ്ങുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ലിഫ്റ്റിന്റെ അടുത്തെത്തിയപ്പോൾ അവൾ നിന്നു. അവിടെ അത് നടത്തുന്ന ശിപ്പായി ഉണ്ടായിരുന്നില്ല, ലിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ടായിരുന്നില്ല. എന്നാലും അതിൽ കയറി വാതിലടച്ചവൾ സ്വിച്ച് അമർത്തി. ഒരു തകർച്ചയുടെ ആദ്യ സ്വരങ്ങളോടെ അത് പെട്ടെന്ന് ഉയർന്നു. താൻ ആകാശത്തിലാണെന്നും ഈ ഇടി മുഴങ്ങുന്നുവെന്നും അവൾക്ക് തോന്നി. അപ്പോഴാണ് അവൾ ലിഫ്റ്റിന്റെ അകത്ത് തൂക്കിയിരുന്ന ബോർഡ് കണ്ടത്. ലിഫ്റ്റ് കേടുവന്നിരിക്കുന്നു, അപകടം. അതിലേക്കാണ് അവൾ കയറിയത്. പിന്നീട് എല്ലായിടത്തും ഇരുട്ട് മാത്രമായി, ഗർജിക്കുന്ന ഒരു ഇരുട്ട്. അവൾക്ക് അതിൽ നിന്നും ഒരിക്കലും പിന്നീട് പുറത്ത് കടക്കേണ്ടി വന്നില്ല എന്ന് പറയുന്നിടത്ത് പക്ഷിയുടെ മണം എന്ന് പറയുന്ന കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇത് വായിച്ചപ്പോ എന്താ മനസ്സിലായത്? മൊത്തത്തിൽ കിളി പോയോ? എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം. അതായത് ഇതൊരു തരം അയഥാർത്ഥവാദമാണ്, റിയൽ അല്ല.
എങ്ങനെ ആ മരണത്തെ അവൾ കണ്ടു. അതായത് ആ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ അവസാനം വിട്ടുകൊടുത്തു എന്ന് പറയുന്നത്, പോയിക്കോളാനൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത്. എന്റെ ഒരു ഊഹം ഞാൻ പറയട്ടെ, എന്റെ ഒരു വായന, അതായത് അവൾ ആ പരസ്യം കണ്ടത് മുതൽ ഭർത്താവ് പോണ്ടെന്നും പറഞ്ഞല്ലോ, അതുകൊണ്ടൊക്കെ തന്നെ അവളുടെ മനസ്സിൽ കൂടി പോയ കാര്യമാവാൻ ഇത്. അവൾ ഇങ്ങനെ നഗരത്തിൽ അന്വേഷിച്ച് പോകുന്നു, അവസാനം ഇങ്ങനെ അവിടത്തേക്ക് കയറുന്നു, അവിടെ വന്നിട്ട് ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നു, തിരിച്ചു വരുമ്പോൾ ലിഫ്റ്റ് കൊടുക്കുന്നു, ഒക്കെ അവളുടെ ബ്രെയിനിലൂടെ പോയ ചിന്തയാവാം. അപ്പൊ ഇത് റിയൽ ആയിരിക്കില്ല, അയഥാർത്ഥമായിരിക്കാം, സ്വപ്നമായിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ അവൾ പരസ്യം കണ്ട് അവിടെ എത്തുന്നു, ആ മുറിയിൽ എത്തിയിട്ട് കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി എന്ന് പറയുന്നില്ലേ, ആ ഉറക്കത്തിൽ കണ്ട സ്വപ്നമായിരിക്കാം. ഒരു നൻപകൽ നേരത്തെ മയക്കം സിനിമയൊക്കെ നമ്മൾ കണ്ട പോലെയുള്ള ഒരു ലൈൻ ആയിരിക്കാം ഇത്. അതിലൂടെ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും മരണത്തിന്റെ ബോധമുണ്ടല്ലോ അല്ലെ. ഒരിക്കലെങ്കിലും മരണത്തെ ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരുണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ മരണത്തെ പലപ്പോഴും കാണുന്നു. ആ മഞ്ഞപ്പിത്തം വന്നപ്പോൾ കണ്ടു എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ മരണവുമായിട്ട് അടുക്കുന്നു. അങ്ങനെ അവളുടെ ഉള്ളിലുള്ള മൃത്യുബോധമായിരിക്കാം ഈ ഒരു അയഥാർത്ഥമായിട്ടുള്ള കഥയിലൂടെ മാധവിക്കുട്ടി അവതരിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതിലൂടെ ആ അന്തരംഗ സംഘർഷങ്ങൾ, മാനസിക സംഘർഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടാവുക. പിന്നെ ഞാൻ ഈ കഥ അധികം വിശദീകരിച്ച് പറയുന്നില്ല, കാരണം നമുക്ക് പഠിക്കാനുള്ള ഈ മരണത്തിന്റെ കവിത എന്ന് പറയുന്ന ലേഖനത്തിൽ ഈ കഥയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഞാൻ പിന്നെ അധികം എന്റെ വ്യൂസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ വി രാജകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ വ്യൂസ് നമുക്ക് നോക്കാം. അപ്പൊ ഈ കഥയെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായി വിചാരിക്കുന്നു. ഇതിന്റെ നോട്ട്സും കാര്യങ്ങളും വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്തോളൂ, നോട്ട്സ് തരാം. ലിങ്കിലൂടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. അപ്പം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും കേട്ടോ. ക്ലാസ് നന്നാവുന്നുണ്ടോ മോശമാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഇതിന്റെ ബാക്കി തന്നെ, അതായത് നമുക്ക് യഥാർത്ഥത്തിൽ പഠിക്കാനുള്ള മരണത്തിന്റെ കവിത എന്ന് പറയുന്ന ആ ഒരു വിമർശന ലേഖനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക്